തിരിച്ചു വിളിക്കണേ. എന്ത് രസമുണ്ട്. ഇതിനാണ് നമ്മൾ നോമ്പൊക്കെ എടുക്കുന്നത്, നമ്മളെ ഒന്ന് ഉടച്ച് വാർക്കാൻ. അങ്ങനെ നമുക്ക് ഏത് കാര്യവും 2-3 രൂപത്തിൽ പറയാൻ പറ്റും. അതിലേറ്റവും സോഫ്റ്റായ കോർണറിലാണ് നമ്മളെപ്പോഴും പറയേണ്ടത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാന അല്യനന്നാസ് വർഫഖന്നാസ്, സോഫ്റ്റായ ആളാണ്. നമ്മളെ ജീവിതമേ സോഫ്റ്റ് ആവണം. റമദാൻ അല്ലാത്തൊരു കാലാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇവിടെ വെള്ളം വിതരണം ചെയ്യുന്നുണ്ട്, സ്നാക്സ് വിതരണം ചെയ്യുന്നുണ്ട്. വളരെ സോഫ്റ്റായിട്ട് വിതരണം ചെയ്യുക, ഒരു ശബ്ദ കോലാഹലങ്ങളില്ലാതെ, പ്രഭാഷണത്തിനോ പരിപാടി ദുആ സമ്മേളനത്തിനോ ഒരഭംഗിയും ഇല്ലാത്ത രീതിയിൽ അങ്ങനെ ആ പരിപാടിയൊക്കെ നടത്തേണ്ടത്. കണ്ടോ, അങ്ങനെയാണ്. അല്ലാതെ എടുക്കൂ ഈ ജഗഭോഗ്യൊന്നും ഇസ്ലാമല്ല ശരിക്കും പറഞ്ഞാൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദൂരത്തുള്ള ഒരാളെ എങ്ങനെയാ വിളിക്കുക? ഒന്നുകിൽ തങ്ങൾ തന്നെ അയാളുടെ അടുത്തേക്ക് പോകും, അല്ലെങ്കിൽ ഒരാളെ വിട്ടിട്ട് പറയും ആ അബ്ദുല്ലാനൊന്ന് വിളിച്ചാട്ടെ. ഒച്ചപ്പാടുകളില്ലാത്ത മദീന. ഈ കൾച്ചറാണ് നമ്മുടെ ഒക്കെ ജീവിതത്തിൽ വരേണ്ടത്. ഒരു ഗ്ലാസ് നമ്മൾ മേശപ്പുറത്ത് വെക്കുന്നതും ശബ്ദം കുറച്ചിട്ടായിരിക്കണം. അപ്പോൾ ബാത്റൂമിൻ്റെ ആണെങ്കിലും ബെഡ്റൂമിൻ്റെ ആണെങ്കിലും കാറിൻ്റെ ആണെങ്കിലും ഡോറൊക്കെ അടക്കുന്നത് മെല്ലെയാണ്. ഇന്നത്തെ ഈ പ്രഭാഷണം ശരിക്കും ക്ലിക്കായിട്ടുണ്ടെങ്കിൽ ഈ ഓഡിയൻസ് മുഴുവനും വാട്ട് ഇസ് എ ഡേ ഓഫ് ടുഡേ? സൺഡേ, ദെൻ മൺഡേ, ട്യൂസ്ഡേ, ഒരു വെനസ്ഡേ വരെ നിങ്ങളൊക്കെ കാറിൻ്റെ ഡോർ അടക്കുന്നത് അടയൂല. ക്ലാസ്സിന് ശേഷം ഒരു ഇത് കിട്ടുന്നത്. അപ്പൊ പതിയെ നമ്മൾ ലൈഫിലേക്ക് ഒരു സോഫ്റ്റ്നെസ് രൂപപ്പെടും. അങ്ങനെയാ വേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ ആരെയും തുറച്ചു നോക്കാറില്ല. ആരെയും ഇന്ന് വരെ ഒരാളെയും തുറച്ചു നോക്കിയിട്ടില്ല. ഒരാളെ കണ്ണെപ്പോഴും ഒരു ഇങ്ങനെ താഴേക്കുള്ള ഒരു നോട്ടം. ജസ്റ്റ് ഒരാളെയും എന്താ പറയാ തുറച്ചു നോക്കണ പരിപാടിയില്ല. നമ്മളൊക്കെ നാട്ടിൽ കാണുന്നില്ലേ, ഒരാളെങ്ങാനും മസ്ബൂക്കായാലും എല്ലാവരും നോക്കും. അയാൾക്ക് തന്നെ തോന്നും എൻ്റെ തുണിക്കെന്തോ ഓട്ടയാറ്റുണ്ട്, ഇതെന്താ എല്ലാവരും പാടെ നോക്കണത്. മൗലിദിൻ്റെ സദസ്സിലെങ്ങാനും ഒരാൾ പകുതിക്ക് ആയാസമാനമല്ല ഇതെൻ്റെ ഘട്ടത്തിലെങ്ങാനും വന്നാൽ നേരത്തെ വന്ന ആൾക്ക് ചില ആളുടെ നോട്ടത്തിൽ 2 കിഡ്നിയും ഫെയിലായി പോകും. വളരെ വൃത്തികേടാണ്. സ്വലാത്തും ദിക്റൊന്നും കൊണ്ട് നടന്നാൽ പോരാ, ലൈഫിൽ തഖല്ലഖു, ഈ കൾച്ചർ രൂപപ്പെടണം. അതാണ് മഹബത്തിൻ്റെ കാതലെന്ന് ശറഹ് സ്വലാത്തി സുഗ്റ എന്ന ഗ്രന്ഥത്തിൽ ജീലാനി ശൈഖ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. ചിലർക്കത് പ്രകൃതിയാ കിട്ടും, ചിലർ നേടിയെടുക്കണമെന്നാണ് ഗസാലി ഇമാം ഇഹ്യയിൽ പറയുന്നത്. നമ്മളെ സ്വഭാവം നന്നാക്കാൻ 3 മാർഗങ്ങളാണ് മനാഹിജുൽ അഖ്ലാഖു സനിയ നിർദ്ദേശിക്കുന്നത്. അഥവാ ഇബ്നു ഹജർ അൽ ഹൈതമി റഹിമഹുള്ളയുടെ പ്രിയപ്പെട്ട ശിഷ്യൻ ഇമാം ഫാക്കിഹി റഹിമഹുള്ളയുടെ കിതാബാണ്. 1, അർത്ഥമറിഞ്ഞ് ദിക്റില്ല, ചൊല്ലുന്ന ദിക്റിൻ്റെ ഒക്കെ അർത്ഥം അറിഞ്ഞ് മര്യാദകൾ പാലിച്ചിട്ട് ചൊല്ലുക, അതിൻ്റെ മര്യാദകളൊക്കെ പാലിച്ചിട്ട് ചൊല്ലുക. 2, ഇമാം ഗസാലി റഹിമഹുള്ളയുടെ മിൻഹാജുൽ ആബിദീൻ എന്ന കിതാബ് മുതാലയ. അറിയാത്തവരാണെങ്കിൽ ഉസ്താദുമാരെ കൊണ്ട് അതൊന്ന് ദർസിൽ ഇരുന്ന് പഠിക്കുക. തഖസ്സുസിൽ പഠിക്കുമ്പോൾ ലാസ്റ്റ് ഫൈനൽ ക്ലാസ്സിൽ, കാമിൽ സഖാഫിക്ക് പഠിക്കുന്ന ലാസ്റ്റ് ക്ലാസ്സിൽ പ്രിയപ്പെട്ട ചെർഷോൽ ഉസ്താദാണ് നമ്മുടെ ക്ലാസ് ഉസ്താദ്. അന്ന് ഉസ്താദ് തന്ന വസിയത്ത് ഇടയ്ക്കിടെ മിൻഹാജുൽ ആബിദീൻ മുതാലയാണെന്ന്. അത് വല്ലാത്ത മൂർച്ചയുള്ള അക്ഷരങ്ങളാണ്. ഗസാലി ഇമാം വല്ലാത്തൊരു മുവഫഖാണ്. ഗസാലി ഇമാമിൻ്റെ ഗ്രന്ഥങ്ങളിൽ മിൻഹാജുൽ ആബിദീൻ വല്ലാത്ത ശക്തിയുള്ള പദങ്ങളുള്ള ഒരു ഗ്രന്ഥമാണ്. 3-മത്തെ നമ്മുടെ സ്വഭാവം ശരിയാവാൻ നല്ല കൂട്ടുകാരോടൊപ്പം കൂട്ടുകൂടണം. ചൂടന്മാരോടൊപ്പം കൂട്ടുകൂടരുത്. ദേഷ്യം പിടിക്കുന്നവരോടൊപ്പം അല്ല നമ്മൾ കൂട്ടുകൂടേണ്ടത്. നമ്മൾ ഒരാളെ കൂട്ടുകാരനാക്കേണ്ടതിൻ്റെ മാനദണ്ഡം ഇമാം ഇബ്നു അതാഇല്ലാഹി സിക്കന്ദരി റഹിമഹുല്ല അവിടുത്തെ ഹിക്കമിൽ പറയുന്നുണ്ട്. നീ അവനെ കണ്ടാൽ തന്നെ അള്ളാഹിനെ ഓർമ്മിക്കണം. അയാളുടെ സംസാരവും അയാളുടെ ഇടപെടലുകളും എപ്പോഴും നിനക്ക് ആഖിറത്തിനെ കുറിച്ചുള്ള ചിന്ത ഉണ്ടാവണം. അതാ വേണ്ടത്. അതാണ് കൂട്ടുകാരൻ്റെ മാനദണ്ഡം. പുതിയ റെസ്റ്റോറൻറ്റും ഒരു മന്തി കഴിച്ചിന് മദ് ലാസിം, ഇതല്ല നമ്മുടെ കൂട്ടുകാരുടെ മാനദണ്ഡം എന്ന് പറയുന്നത്. ഉഖ്റവിയായ ചിന്ത തരുന്ന ആശയങ്ങൾ, അതാണ് ഒരു കൂട്ടുകാരൻ്റെ മാനദണ്ഡമാക്കേണ്ടത്. ഞാൻ വിഷയത്തിൽ നിന്ന് മാറുന്നില്ല. അപ്പോൾ 1-മത്തത് കവാടം, ദേഷ്യം പിടിക്കുന്നതിൻ്റെ കവാടമെങ്ങാനും ഓപ്പണായി കിട്ടിയാൽ ഇബ്ലീസും സൈന്യവും കയറി പറ്റും.
പിന്നെ അവിടെ മുട്ടയിട്ട് കുഞ്ഞുങ്ങൾ വിരിഞ്ഞ്, പിന്നെ ഏത് മാസം റമദാനല്ലേ ഏത് മാസത്തിലായാലും ഈ വിരിഞ്ഞിരിക്കുന്ന കുഞ്ഞുങ്ങൾ അവിടെ തന്നെ ഉണ്ടാവില്ലേ. ദേഷ്യം പിടിക്കരുത് ആരോടും. നമുക്ക് തന്നെ മനസ്സിലാവില്ല ഈ ദേഷ്യം പിടിച്ചിട്ട് എന്താ ചെയ്യണത്. ദേഷ്യം പിടിച്ചിനോന്ന് ആർക്കും മനസ്സിലാവരുത് എന്നാണ് വൽക്കാലിമീനൽ ഗൈൽ എന്റെ താല്പര്യം. ഞാൻ എന്നാ ദേഷ്യം പിടിക്കരുത് എന്നുള്ള അത് കേട്ടോണ്ട് ഞാൻ ഒന്ന് ചെയ്യുന്ന അങ്ങനല്ല. ദേഷ്യം പിടിച്ചിനോന്ന് തന്നെ ആർക്കും മനസ്സിലാവാൻ പാടില്ല എന്ന് ആർക്കും മനസ്സിലാവും. ശരിക്കും ഈ ഇബ്ലീസിന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട തെറ്റേതാ? എല്ലാ രാത്രിയും അവലോകന മീറ്റിംഗ് ഉണ്ടാവും. ഇബ്ലീസ് സൈന്യത്തിനെ കൂട്ടിയിട്ട് നീ എന്താ ചെയ്യിപ്പിച്ചത്? എന്ത്? ഒരാളെ കൊണ്ട് കള്ളു കുടിപ്പിച്ചു. വല്ല കാര്യം രാവിലെ തന്നെ സൂട്ടും കോട്ടുമായിട്ട് ഇറങ്ങിയിട്ട് കള്ളു എടുപ്പ് പോയാൽ നീ എന്താ ചെയ്ത? എന്ത്? വ്യഭിചരിപ്പിച്ചു. വല്ല കാര്യം. നീയോ? മോശം. എന്ത്? ജ്വല്ലറിയാ. ഈ എന്ത്? ഒരാളെ ഭാര്യയും ഭർത്താവും തമ്മിൽ ത്വലാഖ് ലഭിച്ച് തെറ്റിപ്പിച്ചു. യെസ്, യു ഹാവ് ഗോട്ട് ഫസ്റ്റ് പ്രൈസ്. ഇബ്ലീസിന് ഏറ്റവും ഇഷ്ടം അതാണ്. ബന്ധം തെറ്റിക്കല്. ബന്ധം തെറ്റിക്കരുത്. ബന്ധം തെറ്റിക്കരുത്. ബന്ധം ചേർക്കുക എന്ന് പറയുന്നത് ഇബ്ലീസിന് ഏറ്റവും ദേഷ്യമാണ്. മസ്ലഹത്തിന് ഇത്രയും കൂലി കിട്ടാനുള്ള കാരണം തന്നെ എന്താ? രണ്ട് മുഅ്മിനീങ്ങൾ ബന്ധമുണ്ടായാൽ ഖൈറുകൾ അവിടെ ഒരുപാട് നടക്കും. അതുകൊണ്ടാണ് വിവാഹത്തിന് സഹായിച്ചാൽ ഏറ്റവും കൂടുതൽ കൂലി ഓഫർ ചെയ്യപ്പെടുന്നത്. അൽ അൻവാർ ഫി ആദാബി സുഹ്ബത്തിൽ അഖ്യാറിൽ ഷെഹ്റാനി ഇമാം പറയുന്നുണ്ട്. ഏപ്രിൽ 5-ന് ദേവർഷോൽ ഉസ്താദിന്റെ നേതൃത്വത്തിൽ പ്രോഗ്രാം നടക്കുന്നത് നമുക്കൊക്കെ ഓർമ്മയുണ്ട്. നമ്മൾ സഹായിച്ചില്ലെങ്കിലും ഇല്ലെങ്കിലും അവിടെ പരിപാടി നടക്കും. നമുക്ക് എന്തെങ്കിലുമൊക്കെ സഹായിക്കാൻ പറ്റുവാണെങ്കിൽ അത് വലിയ ഹൈറായിരിക്കും എന്നിടയിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ബന്ധം തെറ്റിക്കരുത്. ശരിക്കും ഇബ്ലീസിന് ഡ്യൂട്ടി ഓവർ ആയതുകൊണ്ട് തന്നെ ജിന്ന് വിഭാഗത്തിൽ നിന്ന് മാത്രമല്ല സ്റ്റാഫ് ഉണ്ടാവുക, മനുഷ്യരിൽ നിന്ന് കുറച്ച് എക്സ്ട്രാ എടുക്കുന്നുണ്ട്. പെരുന്നാൾ സീസണൊക്കെ ആയാൽ ടെക്സ്റ്റൈൽസ് ഷോപ്പിലൊക്കെ കുറച്ചാളെ അധികം സ്റ്റാഫാക്കും ഡ്രസ്സ് മടക്കി വെക്കാൻ അല്ലേ. അതാണ് മിനൽ ജിന്നത്തി. അറിയില്ലേ? ആയത്തറിയില്ലേ? മിനൽ ജിന്നത്തി വന്നാസ്. മനുഷ്യരും ഉണ്ടാവും ബന്ധം തെറ്റിക്കുക. നമ്മളെ ഒരു വോയിസും ഒരാളുമായി ബന്ധം തെറ്റിക്കുന്ന ഒന്നും നമ്മൾ മിണ്ടരുത്. ഇപ്പൊ നാട്ടിൽ ഒരു ത്വലാഖ് കടന്നു, അതെന്താ കാരണം നമ്മൾ അന്വേഷിച്ചിട്ട് ഇപ്പൊ എന്താ കാര്യം? അവര് കമ്മിറ്റിന്ന് പോയി, അതുകൊണ്ട് നമുക്ക്